ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചാലോ അല്ലെങ്കിൽ തുടങ്ങിയാലോ എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം അവരുടെ വീട്ടിൽ അവതരിപ്പിക്കുന്ന സീന്, അല്ലെങ്കിൽ വീട്ടിൽ ശ്രീകാന്ത് അവൻ്റെ വീട്ടിൽ അവതരിപ്പിക്കുന്നതിന് മുന്നേ വർഷ അവളുടെ വീട്ടിൽ അവതരിപ്പിക്കുകയും അവിടുന്ന് അവളുടെ അമ്മ പൈസയായിട്ട് വരുന്ന സീനൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. അപ്പോൾ അത് മഹിമ വരുമ്പോഴാണ് ശ്രീകാന്തിൻ്റെ വീട്ടുകാർ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ അവർക്കതൊരു കുറച്ചിലായിട്ടും അവർക്ക് വിഷമാവും. കാരണം ശ്രീകാന്ത് പറഞ്ഞിട്ട് അറിയേണ്ട കാര്യങ്ങൾ അവൻ്റെ അമ്മായിയും പറഞ്ഞിട്ടാണ് അവരറിയുന്നത്. അതും വെറുതെ എന്നല്ല, ഇവരുടെ അടുത്ത് പൈസ ഇല്ലയെന്ന് കരുതിയിട്ട് അവർ പൈസയായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ശ്രീകാന്തിനും വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ സാധാ ഫുഡ് സച്ചിയും രേവതിയും കൂടി ഫുഡ് കഴിക്കുകയാണ്. സച്ചി ഫുഡ് കഴിക്കുക, രേവതി വിളമ്പി കൊടുക്കുന്നുണ്ട്. മുറിയിൽ ശ്രുതിയും കൂടി റെഡി ആവുന്നുണ്ട്. ഹോളിലാണെന്ന് വെച്ചാൽ രവീന്ദ്രൻ പത്രം വായിക്കുക എന്തൊക്കെയാണ് പത്രം വായിക്കുന്നുണ്ട്. ചന്ദ്രമതി അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു തട്ടുമായിട്ട് മഹിമ കയറി വരുന്നത്. അപ്പോൾ മഹിമ വരുമ്പോൾ തന്നെ എന്താ ഒന്നും പറയാണ്ട് മഹിമ പെട്ടെന്ന് വന്നത് എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ റൂമിൽ നിന്ന് ഇറങ്ങി എൻ്റെ മമ്മി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഞാൻ വരാതിരിക്കുന്നത് മോശമല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഈ സംഭവമൊക്കെ ആകുമ്പോഴേക്കും ഇവർ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്നിക്കും കേട്ടോ. കാരണം രേവതിയുടെ മേലെ ആ മാലയുടെ പ്രശ്നമൊക്കെ ആയിട്ട് അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതാകുമ്പോഴേക്കും തീരും കേട്ടോ. അങ്ങനെ പറഞ്ഞു. ഒരു തട്ടിൽ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് അതിലൊരു 20 ലക്ഷത്തിൻ്റെ ചെക്കും വെച്ചിട്ട് ശ്രീകാന്തിലേക്ക് കൊടുക്കാൻ നിൽക്കും കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും ഇതെന്താണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വക ശ്രീകാന്തിനൊരു ടോക്കൺ പോലെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് കൊടുക്കുന്നതാണ്. ശ്രീകാന്തും വർഷയും കൂടി പുതിയൊരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചാലോ എന്ന് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വക ഒരു 20 ലക്ഷം ഇപ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവർക്ക് പ്ലോട്ട് മേടിക്കാനും എന്തിനെങ്കിലും സഹായിക്കുമല്ലോ. ഇനി അവർക്ക് എത്ര വേണമെച്ചാലും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പുതിയൊരു റെസ്റ്റോറൻറ്റ് വേണമെച്ചാൽ ഞങ്ങൾ തന്നെ അവന് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് വർഷയും ശ്രീകാന്തും വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ 20 ലക്ഷം കൊടുക്കുന്നേ ഉള്ളൂ. ഇനി അവർക്ക് എത്ര വേണമെച്ചാലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. വർഷയുടെ അച്ഛനും സമ്മതമാണെന്നൊക്കെ പറഞ്ഞിട്ട് മോനെ ഇത് മേടിക്കുക പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് രവീന്ദ്രനും സച്ചിയും എല്ലാവരും കാര്യങ്ങളാണ്. അപ്പോൾ ചന്ദ്രയും കാര്യങ്ങൾ അറിയണത്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്നിട്ട് നീ എന്താണ് ഞങ്ങളോട് ഇതുവരെ ഒന്നും പറയാഞ്ഞതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, അതേ നീ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇത്ര പെട്ടെന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെന്നുള്ള ഒരു കാര്യമൊന്നും നീ ഞങ്ങളോട് ആരോടും ആലോചിച്ചിട്ടില്ലല്ലോ, അതെന്താ ഞങ്ങളോടൊന്നും പറയാതിരുന്നത്, ഞങ്ങളെയൊന്നും വേണ്ടാച്ചിട്ടാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതൊന്നല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ അത് ഇപ്പം തന്നെ തുടങ്ങാമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവളാണത് ഇവിടെ വീട്ടിൽ വിളിച്ചിട്ട് ഇതിപ്പോൾ തന്നെ തുടങ്ങണം, ഞങ്ങളങ്ങനെ തുടങ്ങാമെന്നൊരു ചിന്ത എന്നേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് ഇപ്പം തന്നെ ഒന്നും തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ആൻറ്റി വരുമ്പോഴാണ് ഞാനും ഈ കാര്യം അറിയണത്. ഇവളിത് വീട്ടിൽ അറിയിച്ചിട്ട് ഇതിപ്പോൾ തന്നെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് ഞാനും ഇപ്പോഴും അറിയുന്നതെന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താണെന്ന് വെച്ചാലും എങ്ങനെ തുടങ്ങുകയാണെന്ന് വെച്ചാലും അത് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് തുടങ്ങുന്നതാണ് എത്രയും നല്ലത്. വേറൊരാൾ തരുന്ന പൈസ കൊണ്ട് നീ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീടാണ് നിനക്ക് തന്നെ ബുദ്ധിമുട്ടാവും. ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടത് നീയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇവർക്കല്ലാതെ ഞങ്ങൾക്ക് വേറെ ആർക്കാണ് കൊടുക്കാനുള്ളത്? ഞങ്ങളുടെ പിൻതലമുറ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വർഷയും ശ്രീകാന്തും മാത്രമാണ്. അവർക്കല്ലാതെ പിന്നെ ഞങ്ങൾ ഈ ഉണ്ടാക്കി വയ്ക്കുന്ന പൈസയൊക്കെ ആർക്ക് കൊടുക്കാനാണ്? വേറെ ആർക്കും ഞങ്ങൾക്ക് കൊടുക്കാനില്ല. ഞങ്ങളുടെ മകനെ പോലെ തന്നെയാണ് ശ്രീകാന്തിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൈസ കൊടുക്കുന്നത്. ഞങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുന്നത്. അതിൽ ഞങ്ങളിനി അവകാശം സ്ഥാപിക്കാനോ അവന് ഭരിക്കാനൊന്നും ഞങ്ങൾ വരില്ല. ഞങ്ങളൊരു സന്തോഷത്തിന് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ വർഷേനെ ഇങ്ങനെ ശ്രീകാന്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷ പറയുകയാണ്, നമ്മൾ ചിന്തിച്ച് ഇരുന്ന് അവിടെ ഇരിക്കുകയുള്ളൂ. ശ്രീകാന്ത് ഇപ്പം തന്നെ എത്ര സമയമായി, ഇപ്പം തന്നെ നമ്മളൊന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ കാണിച്ച് നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, നീ നല്ല ഷെഫാണ്, നമ്മൾ പെട്ടെന്ന് വളരും. അപ്പോൾ ഇപ്പോൾ തുടങ്ങാമെന്ന് ഇപ്പം ആ ഒരു മൈൻഡ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. എന്തായാലും 20 ലക്ഷം നമുക്ക് മേടിക്കാം. അത് നമുക്ക്
നമുക്ക് മേടിക്കാം, എന്നിട്ട് നമുക്കതിൽ സ്റ്റാർട്ട് ചെയ്യാം, അത് നല്ലതല്ലേ ശ്രീകാന്ത്, നീ മേടിക്കുമെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട്, അതെ നീ മേടിച്ചോ, ഈ വീട്ടിൽ സൗഭാഗ്യം തരുന്ന ഒരേ ഒരു മരുമകളേ ഉള്ളൂ, അത് വർഷമോളാണ്, അതുകൊണ്ട് അവരെന്ത് തന്നാലും നീ മേടിക്കണം, നിന്നെ അവർ മകനെ പോലെയല്ലേ കാണുന്നത്, അപ്പോൾ നീ മേടിക്കുക, അവർ സന്തോഷമായിട്ട് തരുന്നതല്ലേ, മേടിക്കും. ഇവിടെ ബാക്കി രണ്ടെണ്ണം ഉണ്ട്. അപ്പോഴും ചന്ദ്ര അവരെ കുറ്റപ്പെടുത്താനുള്ള ചാൻസ് കളയുന്നില്ല കേട്ടോ. ഇവിടെ വേറെ രണ്ടെണ്ണം ഉണ്ട്. ഒരാൾക്ക് മുന്നേ ഒരാളുടെ വീട്ടുകാർക്ക് ഒരു സോപ്പ് പെട്ടി പോലും മേടിച്ചെടുക്കാനുള്ള ഗതിയില്ല. മറ്റേതാണെച്ചാൽ കോടികളുണ്ട് പറഞ്ഞ് കുറേ നുണക്കഥകൾ കെട്ടിച്ചമയ്ക്കാന്നല്ലാതെ അതിൻ്റെ അടുത്ത് ഒന്നുമില്ല. അപ്പോൾ തരുന്നവർ തരുന്നത് വാങ്ങിക്കുക, അതേ പറ്റുള്ളൂ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ ഇതൊക്കെ ഇപ്പം ഇവിടെ പറയേണ്ട ആവശ്യം എന്താ, പണമുള്ളവർ പണമില്ലാത്തവർ എന്നുള്ള വേർതിരിവൊന്നും ഇവിടെ വേണ്ടാന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിൻ്റെ ഇഷ്ടത്തിന് നീ എങ്ങനെയാ വെച്ചാൽ നീ ചെയ്തോ, പക്ഷെ നിൻ്റെ എന്തും അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് കൊണ്ട് തുടങ്ങുന്നതാണ് എത്രയും നല്ലത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതെന്താ സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞതെന്ന് വർഷ പറയാണ്. സച്ചിയേട്ടൻ എന്താ അങ്ങനെ പറയുന്നത്, ഇതിപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് കടമായിട്ടാണ് ഞങ്ങൾ മേടിക്കുന്നത്, ഞങ്ങൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല കിട്ടുന്ന ഒരു പ്രോഫിറ്റിൽ നിന്ന് ഞങ്ങളത് തിരിച്ച് ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കുമെന്ന് പറയാണ്. എന്തായാലും ശ്രീകാന്ത് നീ മേടിക്കും, മമ്മി കൊണ്ടുവന്നതല്ലേ, ഇനി മമ്മിക്ക് അത് വിഷമാവുമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അത് മനസ്സോടെ ശ്രീകാന്ത് അത് മേടിക്കുന്നുണ്ട്. കാരണം അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനൊന്നും ശ്രീകാന്തിന് തീരെ താല്പര്യമില്ല. അപ്പോൾ ശ്രീകാന്ത് മനസ്സോടെ അത് മേടിക്കുന്നുണ്ട്, വർഷയ്ക്ക് വേണ്ടിയിട്ട് അത് മേടിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെന്ന് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. 20 ലക്ഷമൊക്കെ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ കൊടുക്കുകയാണല്ലോ. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞിട്ട് മഹിമ പറയുന്നുണ്ട്, എന്നാൽ ശരി മോളെ ഞാൻ ഇറങ്ങട്ടെ, എല്ലാവരോടും പറഞ്ഞു ശരി ഞാൻ ഇറങ്ങുകയാണ്, പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്ന് പറയുകയാണ്, ഇനി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്, ഞാൻ അച്ഛനോട് പറയാം എന്ന് പറഞ്ഞിട്ട് മഹിമ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, കണ്ടില്ലേ നല്ല പൈസ ഉള്ള വീട്ടിലത്തെ മരുമകളാണെന്ന് വെച്ചാൽ അമ്മായിമ്മമാർ കുടുംബക്കാർ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരും, ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരാണെന്ന് ഇവിടെ കിടക്കുകയുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ആൻറ്റി എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, ഇതിപ്പോൾ ഞങ്ങൾ കടമായിട്ടാണ് മേടിച്ചിരിക്കുന്നത്, അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടൊന്നും വേണ്ട എനിക്ക് ജീവിക്കാൻ, എനിക്കത് ഇഷ്ടമല്ല, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്ന് തന്നെ എനിക്കും ആഗ്രഹം, ശ്രീകാന്തിനും ആഗ്രഹം. ഇത് ഞങ്ങൾ മേടിച്ചത് ഒരു കടമായിട്ട് തന്നെയാണ്, നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈസ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും തിരിച്ചു കൊടുക്കും. അത് പറഞ്ഞിട്ട് പൈസ ഉള്ളവർ എന്നുള്ള വേർതിരിവൊന്നും ഈ വീട്ടിൽ വേണ്ട, അത് വെച്ചിട്ട് ആൻറ്റി ആരെയും അളക്കരുത്, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ഒരു പണക്കാരിയാണ്, പണമുള്ള വീട്ടിലത്തെയാണെന്ന് ഞാൻ ഇതുവരെ ഇവിടെ കാണിച്ചിട്ടില്ല, എനിക്കതിന് താല്പര്യമില്ല. ഇതുവരെ ശ്രീകാന്തിന് ഒട്ടും തൃപ്തിയോടെ അല്ല ശ്രീകാന്ത് അത് മേടിച്ചതെന്ന് ഞങ്ങൾക്കറിയാം, ഇത് ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ്. അത് പറഞ്ഞ് ആൻറ്റീന് ഇവിടെ ആരും കുത്തി നോവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വർഷ കയറി പോവാണ് കേട്ടോ. അപ്പോഴൊരു തിരിച്ചടി എന്താണ്, എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കേട്ടത് ചന്ദ്രമതി തന്നെയാണ് കേട്ടോ. അത് ചന്ദ്രമതിക്ക് വലിയ നാണക്കേടാവുകയാണ് കേട്ടോ. എത്രയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതൊരു മാതിരി ചന്ദ്രമതിക്ക് തിരിച്ചു കിട്ടുന്നതാണ് കേട്ടോ എപ്പോഴും. പക്ഷെ രവീന്ദ്രന് നല്ല വിഷമാവുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട് ശ്രീകാന്തിനോട്, എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ തന്നാലും അതിനെല്ലാവരും കണക്ക് വെക്കുന്നവരായിരിക്കും, ഒരു കാര്യമില്ലാതെ ആരും ഒന്നും തരില്ല. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നീ 2 വട്ടം ആലോചിച്ചിട്ട് ചെയ്യണം. നീ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷമൊന്നും ഞങ്ങൾക്ക് വേറെ ഇല്ല, പക്ഷെ അത് നിൻ്റെ കാശുകൊണ്ട് നീ അധ്വാനിച്ച കാശുകൊണ്ട് ആവണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അത് ശ്രീകാന്തിന് ശ്രീകാന്ത് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. ശ്രീകാന്തിന് വിഷമാവുന്നുണ്ട്. കാരണം ശ്രീകാന്ത് പറഞ്ഞിട്ടല്ല റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന കാര്യം ആരും വീട്ടിൽ അറിഞ്ഞത്, അച്ഛനും സച്ചിയൊന്നും അറിഞ്ഞത്, മഹിമ വന്ന് പറഞ്ഞിട്ടാണല്ലോ അറിഞ്ഞത്. അത് ശ്രീകാന്ത് വലിയ വിഷമാവുന്നുണ്ട് കേട്ടോ. അത് അവർക്കും വിഷമായി എന്ന് ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്